എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ചൂടത്തും നോയമ്പിൻ്റെതായ ക്ഷീണവും ഒക്കെ മാറാനായിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും, നമ്മുടെ ക്ഷീണവും മാറും. നിമിഷ നേരം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഈ ചൂടത്ത് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിക്കേണ്ട ഒരു റെസിപ്പിയും കൂടിയാണ് പങ്കുവയ്ക്കുന്നത്. നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇവിടെ നമ്മൾ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഒരു 8 പീസോളം ഡേറ്റ്സും അതോടൊപ്പം തന്നെ അതേ അളവിൽ ഞാൻ ആൽമണ്ട്സും 3 വാൾനട്ടുമാണ് എടുത്തേക്കുന്നത്. ഒരു 15 മിനിറ്റോളം ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. ഇവ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. കുറച്ച് സബ്ജ സീഡ്സും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ സബ്ജ സീഡ്സ് ലേശം വെള്ളത്തിൽ ഞാനൊന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി കുറച്ച് കസ്റ്റർഡ് പൗഡറും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡറാണ് എടുത്തേക്കുന്നത്. ലേശം വെള്ളത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റർഡ് പൗഡറൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. 1 ലിറ്റർ പാലാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽ ചെറുതായിട്ട് ചൂടായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സും ആൽമണ്ട്സും ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഡേറ്റ്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചപ്പോൾ ലേശം വെള്ളം ചേർത്താണല്ലോ സോക്ക് ചെയ്ത് വെച്ചിരുന്നത്. ആ വെള്ളം കൂടെ ചേർത്താണ് ഫൈനായിട്ട് അരച്ചെടുത്തേക്കുന്നത്. ഈ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഇവിടെ നമ്മൾ ആ ചേർക്കുന്ന ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഷുഗറോ കണ്ടൻസ് മിൽക്കോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷുഗറോ കണ്ടൻസ് മിൽക്കോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റർഡ് പൗഡറിൻ്റെ ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റർഡ് പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു രീതി നല്ലതുപോലെ കുറുക്കിയെടുത്താലും നമുക്ക് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ബദാമൊക്കെ ചേർക്കുന്നത് കൊണ്ട് വളരെയധികം നല്ലതാണ്. ഇത് നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും. നമ്മുടെ വിശപ്പൊക്കെ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. വയറ് നിറഞ്ഞ ഒരു തോന്നൽ തന്നെ ഇത് കുടിച്ചാൽ വരും. പിന്നെ നമ്മൾ ഏറെ ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് തോന്നുകയുമില്ല. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇളക്കി നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. ഒത്തിരി അങ്ങ് തിക്കായിട്ടല്ല, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് കുറുക്കിയെടുക്കാൻ. ഈ പുണ്യമാസത്തിൽ നോയമ്പൊക്കെ നോയിട്ടിട്ട് ക്ഷീണം അനുഭവിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കുടിക്കുകയാണെങ്കിൽ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. നോയമ്പ് തുറ സമയത്ത് ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതുമാണ്. ചെറിയ തീയിൽ വെച്ച് നമുക്കിത് ഇളക്കി കുറുക്കിയെടുക്കണം. കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഡേറ്റ്സൊക്കെ അരച്ച് ചേർത്തത് കൊണ്ട് അത് അടിക്ക് പിടിക്കും. അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ ആ ഡ്രിങ്കിൻ്റെ ഡേറ്റ്സിനൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ചെറിയ തീയിൽ ഇളക്കി നല്ലതുപോലെ ഇതൊന്ന് കുക്കായി കിട്ടുകയും വേണമല്ലോ. ഈ ഒരു രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ആറി കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാകും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ ചൂടാറിയ ശേഷമാണ് ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. അത് കുടിക്കുന്ന സമയത്ത് ഇതും കൂടെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാനിവിടെ കുറച്ച് അനാറും അതുപോലെ തന്നെ ആപ്പിളുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സും ചേർത്ത് കൊടുക്കാം. ഈ സബ്ജ സീഡ്സിൽ ധാരാളം ഫൈബർ അടങ്ങിയതുകൊണ്ട് ദഹനം മെച്ചപ്പെടുത്താനായിട്ട് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ തടി കുറയ്ക്കാനാണെങ്കിലും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ ശരീരത്തിൻ്റെ അമിതമായിട്ടുള്ള ചൂടൊക്കെ കുറയ്ക്കാനും ശരീരത്തിന് നല്ല തണുപ്പ് നൽകാനും ഈ സബ്ജ സീഡ്സ് സഹായിക്കും. നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പോൾ സബ്ജ സീഡ്സൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഡ്രിങ്ക് തയ്യാറാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചൂടൊക്കെ കുറയാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ കൂട്ടുകാർ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് തയ്യാറാക്കി എടുക്കാം. ഈ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. നിങ്ങൾക്കിത് ചെറിയ ചൂടോടുകൂടി വേണമെങ്കിലും സെർവ് ചെയ്യാം. നമ്മൾ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ തണുത്ത റൂം ടെമ്പറേച്ചറിലായ ശേഷം മാത്രമേ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് സെർവ് ചെയ്യാവൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഇല്ലാതെ അല്ലാതെ തന്നെ നമുക്ക് ചെറിയ ചൂടോടുകൂടിയും സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.